തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ പ്രീണന രാഷ്ട്രീയത്തിന് പൂട്ടിട്ട് മദ്രാസ് ഹൈക്കോടതി. ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് യാതൊരുവിധ വിനോദത്തിലുമുള്ള സംവരണവും അവിടെ അംഗീകരിക്കാനാവില്ല എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മതപരിവർത്തനം നടത്തിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് പിന്നോക്ക വിഭാഗ സംവരണം ഇല്ല എന്നത് ഇതോടുകൂടി ഇപ്പോൾ സ്റ്റാലിൻ സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് എന്നതും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. മതപരിവർത്തനവും സംവരണ ആനുകൂല്യങ്ങളും സംബന്ധിച്ച നിർണായക അവിടെ ഒരു വിധിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പിന്നോക്ക വിഭാഗ മുസ്ലിം എന്ന പദവിയിലോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണ ആനുകൂല്യങ്ങളിലോ സ്വാഭാവിക അവകാശം ഉന്നയിക്കാൻ കഴിയില്ല എന്നതും കോടതി വ്യക്തമാക്കി. ഹിന്ദു പിന്നോക്ക വിഭാഗം, അതിപിന്നോക്ക വിഭാഗം, പട്ടികജാതി വിഭാഗം എന്നിവയിൽ നിന്നുള്ളവർ ഇസ്ലാം മതത്തിലേക്ക് മാറിയാൽ അവർക്കും BCM വിഭാഗത്തിൽ സംവരണ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ 2024 ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഈ ഉത്തരവ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് GR സ്വാമിനാഥനും ജസ്റ്റിസ് PV ബാലാജിയും ഉൾപ്പെട്ട ഡിവിഷണൽ ബെഞ്ചാണ് സുപ്രധാനമായ ഈ വിധി പുറപ്പെടുവിച്ചത്. മതപരിവർത്തനം നടത്തി ഒരാൾ ഇസ്ലാം മതവിശ്വാസിയായി മാറണമെങ്കിൽ അതുപോലെ തന്നെ റൗത്തർ, മരയ്ക്കാർ തുടങ്ങിയ പ്രത്യേക മുസ്ലിം സമുദായങ്ങളുടെ സാമൂഹിക പദവിയും ഈ മതപരിവർത്തനത്തിലൂടെ തന്നെ ലഭിക്കില്ല എന്നും അവ ജന്മാധിഷ്ഠിതമായ സാമൂഹിക വിഭാഗങ്ങളാണ് എന്നും കോടതി നിരീക്ഷിച്ചു. തൂത്തുക്കുടി സ്വദേശിയായ സമീർ അഹമ്മദ് മുൻപാകട്ടെ അവിടെ പരമശിവം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി കൂടിയായിരുന്നു. 2015 ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം മുസ്ലിം ലബേ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയിലാണ് കോടതി ഈ വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പ്രാദേശിക തഹസീൽദാർ അപേക്ഷിച്ച് നിരസിച്ചതിനെ തുടർന്നുകൊണ്ട് അദ്ദേഹം കോടതിയിൽ സമീപിച്ചതും ഹർജി പരിഗണനയിൽ ഇരിക്കവെയാണ് തമിഴ്നാട് സർക്കാർ മതപരിവർത്തനം ചെയ്യുന്നവർക്ക് BCM സംവരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുമെന്ന് ഉത്തരവ് പുറത്തിറക്കിയത്. എന്നാൽ ആ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഈ വിധി തമിഴ്നാട്ടിൽ മാത്രമല്ല മതപരിവർത്തനം, സംവരണം, സാമൂഹിക വിഭവീകരണം അതുപോലെ തന്നെ എന്നിവ ഇതെല്ലാം സംബന്ധിച്ചുകൊണ്ട് ദേശീയ തലത്തിലും നിയമ രാഷ്ട്രീയ ചർച്ചകൾക്കും പുതിയ വഴിത്തിരിവാകുമെന്നതാണ് വിലയിരുത്തൽ. അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്നത്. ഇസ്ലാം മതം അവിടെ സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അവിടെ ഉയരുന്ന ജാതി എന്നതോ അല്ലെങ്കിൽ തമിഴ് ജാതി എന്നോ ഉള്ള വേർതിരിവുകൾ ഇല്ല എന്നും ബ്രൂണോയും അതുപോലെ തന്നെ പ്രവാചക വചനങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. മതപരിവർത്തനത്തിനായി തന്നെ ഇസ്ലാം പൂർണ്ണമായ സാമൂഹിക സമത്വം വാഗ്ദാനം ചെയ്യുന്നു എന്നതും പ്രചരിപ്പിക്കുകയും പിന്നീട് സംവരണത്തിനായി തന്നെ ഇസ്ലാമിലും ശ്രേണികളുണ്ട് എന്ന് വാദിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് 1951 ഇതേ വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചതും സുപ്രീം കോടതി അംഗീകരിച്ചതുമായ വിധി മറികടക്കാൻ സർക്കാരിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിന് കഴിയില്ല എന്നതാണ് കോടതി ഇവിടെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.